ഇന്നത്തെ നമ്മുടെ വീഡിയോ പെരുന്നാളിനും അതുപോലെ പാർട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 കിടിലൻ ഡെസേർട്ടുകളുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ റെഡിയാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഇതുപോലെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്കൊരു 1/2 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തീർന്നു പോയിട്ടോ, അതുകൊണ്ട് ഞാൻ സാധാരണ കോഫി പൗഡർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹോട്ട് കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ്. ഞാനിവിടെ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അധികം മധുരമില്ലാത്ത ബിസ്ക്കറ്റ് എടുക്കാം. ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ മാരി ബിസ്ക്കറ്റൊക്കെ എടുക്കാം കേട്ടോ. അതായത് ഇതുപോലെയുള്ള ബിസ്ക്കറ്റ്. ഇനി പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ഗ്ലാസിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കോഫി ചൂടോടെ തന്നെ വേണം കേട്ടോ, ചൂടാറാൻ പാടില്ല. ഇനി നമ്മൾ ഓരോ ബിസ്ക്കറ്റും എടുത്തിട്ട് ഈ ഒരു ചൂടുള്ള കോഫിയിലൊന്ന് മുക്കിയതിന് ശേഷം ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ ബിസ്ക്കറ്റും ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ ഗ്യാപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ നമുക്ക് പിന്നെ ബിസ്ക്കറ്റിൻ്റെ പീസ് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ്. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത ലെയർ സെറ്റാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ചൂട് കട്ടിയുള്ള ഒരു പാൻ തന്നെയാണ് കേട്ടോ. ഇതുപോലൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരു പഞ്ചസാര കാരമലായി വരണം കേട്ടോ. ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സാവധാനം കാരമലാക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പഞ്ചസാര പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് കയ്പ്പ് വരും. അപ്പോൾ കാരമൽ ആക്കാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതാ പഞ്ചസാര ഇവിടെ പതുക്കെ മെൽറ്റായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളത് മെൽറ്റാവുന്ന സമയത്ത് തവി വെച്ചിട്ടൊന്നും അങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതായത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ കംപ്ലീറ്റ് പഞ്ചസാരയും മെൽറ്റായി വന്നോളും. എന്നിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം കേട്ടോ. ഇത്രയും കളർ പോരാ, ഇതിൻ്റെ ഒന്നും കൂടെ കളറായി വന്നിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാൻ. കാരണം പഞ്ചസാര ഒരുപാട് അങ്ങ് കളറ് മാറിപ്പോയാൽ കയ്പ്പരസം വരും നമ്മുടെ സോസിന്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇപ്പോൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഡാർക്ക് കളർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലെയിമിൽ നിന്ന് പാനൊന്ന് പൊക്കി പിടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ കറക്റ്റ് കളറിൽ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ സോസ് എത്രത്തോളം ആണോ തിക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ലൂസ് വേണ്ടത് അതിനനുസരിച്ചിട്ടൊക്കെ കൂട്ടിയും കുറച്ചിട്ടൊക്കെ ഫ്രഷ് ക്രീം ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് മിക്സ് ചെയ്ത് നോക്കിയിട്ട് സോസ് കുറച്ച് കട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ക്രീമെല്ലാം മിക്സായി വന്നപ്പോൾ കുറച്ച് തിക്കായിട്ട് തോന്നിയിട്ട്, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഫ്രഷ് ക്രീം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ലൂസാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അത് തണുത്ത് കഴിഞ്ഞാലും കുറച്ചൊന്ന് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിട്ട് വരട്ടെ. നല്ല ചൂടിൽ തന്നെ നമ്മൾ ഇത് ബിസ്ക്കറ്റിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയറായിട്ട് കൊടുക്കുന്നില്ല. ഒന്ന് ചൂടാറി വന്നതിന് ശേഷം അതുപോലെ ഒന്ന് കുറച്ച് നേരം ഇളക്കി വന്നാൽ ഒന്ന് ചൂടാറിയിട്ട് വരും. അങ്ങനെ ചൂടാറി വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ മുകളിൽ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ലെയർ. അപ്പോൾ സോസ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ എല്ലാ ഭാഗത്തും നിരത്തി കൊടുക്കുക കേട്ടോ. ഒരേപോലെ തിക്നെസ്സിൽ തന്നെ സോസ് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. പിന്നെ കുറച്ച് സോസ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഫൈനലായിട്ടുള്ള ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഒരുപാടൊന്നുമില്ല, അതായത് ഇത്രയും 1 ടേബിൾ സ്പൂണോളം സോസ് മാത്രമേ ഉള്ളൂ ഞാൻ മാറ്റി വെച്ചിട്ട്. ബാക്കി ഉള്ളത് മുഴുവൻ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇത് നമുക്കിനി ഫ്രിഡ്ജിൽ വെക്കാം. പെട്ടെന്ന് സെറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കാം കേട്ടോ. അപ്പോൾ അത് പെട്ടെന്നൊന്ന് സെറ്റായിക്കോളും. അല്ലെങ്കിൽ കുറച്ച് സമയമൊക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴെ തന്നെ വെച്ചാൽ മതി. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമ്മുടെ പുഡിങ്ങിൻ്റെ ലാസ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് പകരം വേണമെങ്കിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. കണ്ടൻസ്ഡ് മിൽക്കോ പാൽപ്പൊടിയോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ വെറുതെ പാൽ മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതുണ്ടാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പാലൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ചേർത്തതുകൊണ്ട് ഇതിൽ മധുരം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനിതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരം മുഴുവനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ രണ്ടും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഞാൻ മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ കോൺഫ്ലവർ ഒട്ടും കട്ടയില്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ തന്നെ കോൺഫ്ലവർ പാലിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ചൂടായിട്ടുള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. കോൺഫ്ലവറിൻ്റെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്താൽ പിന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. കോൺഫ്ലവർ ഒഴിച്ച് ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും ഇതാ അത്യാവശ്യം നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടെ കട്ടിയായിട്ട് വരും. അപ്പോൾ അതാ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് ഇതുപോലെ ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കട്ടില്ലെങ്കിൽ ഇതിലിങ്ങനെ കട്ടയായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ചൂടാറുന്നത് വരെ, ഒരുപാട് ചൂടാറണ്ട, എന്നാൽ ഒരു ഇളം ചൂട് ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് ഇതുപോലെ തന്നെ ഇളക്കിയിട്ട് ഒന്ന് പെട്ടെന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ചൂടാറി വരുമ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയപ്പോൾ ഇത്രത്തോളം തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. കട്ടയൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിങ്ങനെ കട്ടയായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറി വന്നതിന് ശേഷം, ഒരുപാട് ചൂട് ആറണ്ട, എന്നാൽ ചെറുതായിട്ടൊരു ചൂടുണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചൂടാറി വന്നതിന് ശേഷം നമുക്കിതാ ഈ ഒരു നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ സോസൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രീസറിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ സ്പാറ്റിൽ വെച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗവും ഒരുപോലെ നിരത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഓരോ ഡോട്ടാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇതിൽ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ കുറച്ച് പിസ്താഷ്യൂ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗാണ് കേട്ടോ. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം നല്ല തണുപ്പോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് കറക്റ്റായിട്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ചൈനാഗ്രാസും ജെലറ്റിനൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗാണ് കേട്ടോ ഇത്. അപ്പോൾ പെരുന്നാളിനൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എടുത്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. അടുത്ത റെസിപ്പി സിമ്പിളായിട്ടുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/3 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. വിപ്പിംഗ് ക്രീം ഞാനിവിടെ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന സ്വീറ്റായിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സൺവിപ്പ് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നല്ല സ്റ്റിഫാകുന്നത് വരെ ഒന്ന് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഈ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. നല്ല തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് നോക്കിയിട്ട് മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ അതിനനുസരിച്ചിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി.
ഈ കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും പാലും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നാൽ പെട്ടെന്ന് മിക്സ് ആയി കിട്ടും. ഫ്രഷ് ക്രീമിലൊക്കെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മിക്സ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സായി വന്നതിന് ശേഷം മധുരം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ചും കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഫ്രഷ് ക്രീമിലെ കട്ടകളൊക്കെ അതാ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നുമില്ല, കുറച്ചുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റോസ് മിൽക്ക് മിക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ റോസ് കളറും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു റോസിൻ്റെ ഫ്ലേവറും ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത്ര അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലർക്ക് ഒരുപാട് ഫ്ലേവർ വേണ്ടി വരില്ല, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് കളറും ഫ്ലേവറൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ റോസ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. അപ്പോൾ അതാ ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഈ ഒരു ബ്രൗൺ കളറിലുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ബ്രെഡിന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ ഏത് ബൗളിലാണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ബ്രെഡ് എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഡെസേർട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും റെഡി ആയില്ലേ. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ഗ്ലാസിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ആദ്യം ബ്രെഡിൻ്റെ പീസുകൾ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. പിന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ നമുക്ക് ചെറിയ പീസ് വെച്ച് ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ റൗണ്ടിലുള്ള ബൗളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ സ്ക്വയറിലുള്ള അല്ലെങ്കിൽ പിന്നെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ബൗളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം അങ്ങനെ ചെറുതായിട്ടൊന്നും ബ്രെഡ് കട്ട് ചെയ്തെടുക്കേണ്ടി വരില്ല. ഇതിപ്പോൾ റൗണ്ട് ആയതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള റോസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആ ഒരു ബ്രെഡൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ ബ്രെഡ് കുതിരാനുള്ള റോസ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴേ ഉള്ള നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആ ഒരു ബ്രെഡിൻ്റെ ആ ഒരു ഫ്ലേവർ വരാൻ പാടില്ല. നമ്മൾ ഈ ഒരു റോസ് മിൽക്കിൻ്റെ ആ ഒരു ഫ്ലേവർ വേണം കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ വിപ്പ് ചെയ്തെടുത്തിട്ടുള്ള ക്രീം ഇട്ട് കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീം ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിൻ്റെ മുകളിലേക്ക് നട്ട്സ് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബദാമും അണ്ടിപ്പരിപ്പുമാണ് കേട്ടോ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്കിതിൻ്റെ മുകളിൽ ബ്രെഡിൻ്റെ സ്ലൈസുകൾ നിരത്തി കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ റോസ് മിൽക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് എത്ര ലെയർ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമ്മുടെ ബൗളിന് എടുത്തിട്ടുള്ള ആ ഒരു ബൗളിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ലെയറാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മിൽക്ക് മിക്സ് ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള മിൽക്ക് മിക്സ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഇത് സെറ്റ് ആയതിനു ശേഷം നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കട്ട് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം കേക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്